നിങ്ങൾക്ക് കേൾക്കണോ? ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താൻ എന്ന് പറയുന്ന സുൽത്താനിൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അൽ ജിഷ്ടി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. റജബ് മാസം 3-നല്ലേ അവിടുത്തെ ആണ്ട്, അതെ 7-നല്ലേ ആണ്ട് കഴിഞ്ഞത്. ഈ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ ഭരണാധികാരി എന്ന് വിളിക്കുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല. ഞാൻ ഓർക്കുന്നു, ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരു 10-15 വർഷങ്ങൾക്കപ്പുറം പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന പർവേസ് മുഷറഫ് ഒരു ഇന്ത്യ സന്ദർശനത്തിന് വന്നപ്പോൾ, ഇന്ത്യ സന്ദർശനത്തിന്റെ ഷെഡ്യൂൾ തയ്യാറാക്കിയപ്പോൾ തന്റെ സന്ദർശനത്തിന്റെ കൂട്ടത്തിൽ അജ്മീർ ഷരീഫും ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീട് പ്രത്യേകമായ സാഹചര്യത്തിൽ അജ്മീർ ഷരീഫിനെ സിയാറത്ത്, ആ സന്ദർശനം നിർത്തലാക്കപ്പെട്ടു. അങ്ങനെ നിർത്തലാക്കപ്പെട്ടപ്പോൾ നമ്മുടെ പല വാർത്താ മാധ്യമങ്ങളും അത് എടുത്തു പിടിച്ചു. അങ്ങനെ ഒരു സംശയം വന്നിവിടെ, പർവേസ് മുഷറഫ് ഒരു മുസ്ലിമായത് കാരണം മുസ്ലിമീങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമാണല്ലോ അജ്മീർ, അതുകൊണ്ട് കരുതി കൂട്ടിയിട്ട് ആരോ പിന്നിൽ പ്രവർത്തിച്ചിട്ടത് ക്യാൻസലാക്കിയതാണ് എന്ന ആരോപണം വന്നപ്പോ അതിന് മറുപടി പറഞ്ഞത് അന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി, ഞാൻ ഓർക്കുന്നു യശ്വന്ത് സിൻഹയാണ്. യശ്വന്ത് സിൻഹ എന്ന് പറഞ്ഞ മറുപടി അറിയുമോ? ആ മറുപടിയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഞാൻ പറയുന്നത് എന്താ മുസ്ലിമേ, ഖാജാ തങ്ങളെ സുൽത്താനുൽ ഹിന്ദ് എന്ന് വിളിക്കുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ ആബാലവൃദ്ധം ജനങ്ങളും ഖാജയെ വിളിക്കുന്നത് സുൽത്താനുൽ ഹിന്ദ് എന്നാണ്. യശ്വന്ത് സിൻഹ പറഞ്ഞതറിയോ? ഇന്ത്യയുടെ സുൽത്താൻ, ഇന്ത്യയുടെ ഭരണാധികാരി അജ്മീർ ദർഗയുടെ ആ വാതിൽ തുറന്നു വെച്ച് അവിടെ സന്ദർശിക്കാൻ അനുമതി കൊടുത്താൽ സുൽത്താനുൽ ഹിന്ദ് തുറന്നു വെച്ച വാതിൽ അടക്കാൻ ആർക്ക് കഴിയും? അത് തടയാൻ ആർക്ക് കഴിയും? അത് നിഷേധിക്കാൻ ആർക്ക് കഴിയുമെന്ന് അന്നത്തെ വിദേശകാര്യമന്ത്രി യശ്വന്ത് സിൻഹ പറഞ്ഞെങ്കിൽ എല്ലാവരും വിളിക്കുന്നു സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അൽ ജിഷ്ടി അൽ അജ്മീരി. മഹാനായ സുൽത്താൻ ഹിന്ദ് ആദ്യം ഡൽഹിയിൽ വന്നു. റസൂൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച്, അവിടുന്ന് വ്യക്തമായി കാണിച്ചു കൊടുത്തതനുസരിച്ച് തന്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് ദഅവയുടെ മണ്ഡലം അല്ലാഹു റസൂൽ നിശ്ചയിച്ചു കൊടുത്ത് അജ്മീരിൽ വന്നപ്പോ ആയുധമെടുത്ത് യുദ്ധം ചെയ്തതല്ല, ഇസ്ലാമിക പ്രബോധനം നടത്തിയതല്ല, ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതല്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളും തന്റെ മുരീദന്മാരും ജീവിച്ചപ്പോൾ അനാസാഗർ നദിയുടെ അടുത്ത് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ ക്യാമ്പ് ചെയ്തു. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളും തന്റെ കൂടെയുള്ള മുരീദുമാരും അനാസാഗർ തടാകത്തിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് വുളു എടുക്കുകയും വെള്ളമെടുത്തുപയോഗിക്കുകയും ചെയ്തപ്പോ ആ പരിസരത്തുള്ള ഏതോ ചില ആളുകൾ, അത് മഹാരാജ് ഇന്ത്യ അവിടുത്തെ അജ്മീർ ഭരിച്ചിരുന്ന പൃഥ്വിരാജൻ ചൗഹാൻ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അത് ഇവിടുന്ന് വെള്ളമെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ, ഞാൻ ചരിത്രം പറയേണ്ട ലക്ഷ്യമല്ല, ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തുകയാ. ബഹുമാനപ്പെട്ട ഖാജ പറഞ്ഞു, എന്നാൽ എടുക്കണ്ട, അനാസാഗറിലെ വെള്ളം എടുക്കണ്ട, ഒരു യുദ്ധം ചെയ്യണ്ട, ആയുധമെടുക്കണ്ട, ഭീഷണിപ്പെടുത്തണ്ട. ആ മഹാരാജാവിനോട് ചോദിക്കൂ, ഒരു പാത്രം വെള്ളം തരാൻ പറ്റുമോ? ഒരു ചെറിയ പാത്രവും കൊടുത്ത് തന്റെ ഖാദിമിനെ പറഞ്ഞയച്ചു. അനാസാഗറിൽ നിന്ന് ഒരു പാത്രം വെള്ളം ഇങ്ങ് മുക്കിയെടുത്ത് ഖാജാ തന്റെ റൂമിൽ കൊണ്ടുപോയി വെച്ചു. പക്ഷേ അനാസാഗർ മുഴുവനും വറ്റിപ്പോയി, പരിസരത്തുള്ള കിണർ മുഴുവനും വറ്റിപ്പോയി. മഹാനായ ശംസുൽ ഉലമയുടെ മൗലിദിൽ കാണാം, അന്ന് രാജവംശത്തിൽപ്പെട്ട സ്ത്രീകളുടെ മുലപ്പാല് പോലും വറ്റിപ്പോയി. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങള് ഒരു പാത്രം വെള്ളം ഇങ്ങ് സുബ്ഹാനല്ലാഹ് യാ ബുദ്ദൂഹ് എന്ന
ദിക്റും ചൊല്ലിയിട്ട് ആ ഒരു പാത്രം വെള്ളം മുക്കാനാ അവിടുന്ന് നിർദ്ദേശിച്ചത്. ആ ഒരു വെള്ളം കോരിയെടുത്തപ്പോഴേക്ക് മുഴുവനും വറ്റിപ്പോയി. പാവങ്ങള് ബുദ്ധിമുട്ടായി. അല്ലാഹു ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടു. വേദനയോടുകൂടി ഹാജയെ സമീപിച്ചപ്പോൾ പ്രതികാരമില്ല, തിരിച്ചടിക്കലില്ല, പകരം ചോദിക്കലില്ല. കാരുണ്യത്തിന്റെ ആരൂപമായിരിക്കുന്ന ഖാജ എന്നാൽ പിന്നെ വെള്ളം അങ്ങ് കൊണ്ടുപോയിട്ട് അങ്ങ് ഒഴിച്ചോളൂ. ആ മുക്കിയെടുത്ത വെള്ളം വീണ്ടും അനാസാഗറിൽ കൊണ്ടുപോയി ഒഴിച്ചപ്പോ അനാസാഗർ നിറഞ്ഞുപോയി. കിണറുകളും കുളങ്ങളും പരിസരത്തുള്ള ജലസ്രോതസ്സുകൾ മുഴുവനും നിറഞ്ഞുപോയി. ഇത് കണ്ടാൽ ബുദ്ധിയുള്ള ആളുകൾ അല്ലാഹുവിന്റെ വഴിയിലേക്ക് വരുമോ? ഇസ്ലാം സ്വീകരിക്കുമോ? ആ ഒരൊറ്റ സംഭവം കണ്ടിട്ട് 90,000 ആളുകൾ ഇസ്ലാമിൽ വന്നു. മഹാനായ ഖാജാ തങ്ങളുടെ ഈ രൂപത്തിലുള്ള പ്രവർത്തനം കൊണ്ട് 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെയാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത്, ഇങ്ങനെയാണ് ഇസ്ലാം വളർന്നു പന്തലിച്ചത്. ആയുധം കൊണ്ടല്ല, വാളുകൊണ്ടല്ല, യുദ്ധം കൊണ്ടല്ല, ഭീഷണിപ്പെടുത്തിയിട്ടല്ല, സമാധാനത്തിലൂടെ, നീതിയിലൂടെ, ന്യായത്തിലൂടെ ഈ മതത്തിന്റെ വ്യക്തമായിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് ബോധ്യപ്പെടുമ്പോൾ സത്യത്തെ സ്നേഹിക്കുന്നവർ, നേരിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ, ന്യായത്തിന് വില കൽപ്പിക്കുന്നവർ ഇത് ഉൾക്കൊള്ളുന്നു, ഹിദായത്തിലേക്ക് വരുന്നു. ഇതല്ലാതെ ആയുധമെടുക്കലോ, യുദ്ധം ചെയ്യലോ, ഭീഷണിപ്പെടുത്തലോ, പ്രകോപനം നടത്തലോ, പ്രലോഭനങ്ങൾ നടത്തലോ ഇസ്ലാമിന്റെ രീതിയല്ല. ഇന്ന് പല കാര്യങ്ങളും നമുക്ക് വിവരമില്ലാത്തതുപോലെ, ഇസ്ലാമിനെ പറ്റി പഠിക്കാത്തതുപോലെ, ചരിത്രം നമുക്ക് പഠിക്കാത്തതുപോലെ, ഇസ്ലാമിൽ പല കാര്യങ്ങളും നമുക്ക് അജ്ഞാതമായതുപോലെ ഈ കാര്യങ്ങളും പഠിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അല്പം മാത്രം വായിക്കുന്നത് കൊണ്ട് പലരും തെറ്റിദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഹേതുകമായ പ്രവർത്തനങ്ങളിലാരും മുസ്ലിമീങ്ങൾ അതാ ഇടപെട്ടു പോകരുത്, മുസ്ലിം ഉമ്മത്തിൽ നിന്നുണ്ടാവരുത് എന്ന് ഈ വിനയത്തിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ അല്ലാഹു പറയുന്നൊരു വാക്ക് നിങ്ങൾ കേട്ടോളൂ. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി. കൃത്യമായ വിശ്വാസം, അല്ലാഹുവിൽ വിശ്വാസമുള്ളവർക്ക്, അചഞ്ചലമായിട്ട് ഈമാനുള്ളവർക്ക്, ആഖിറത്തിൽ വിശ്വാസമുള്ളവർക്ക്, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെയും തങ്ങൾ പഠിപ്പിച്ചു. ഈ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആഖിറും ഒക്കെ കൃത്യമായി മുത്തുനബിയെ വിശ്വസിച്ച ആളുകൾക്ക് അല്ലാഹു വഅദ ചെയ്തിട്ടുണ്ട്, അവൻ ഓഫർ ചെയ്തിട്ടുണ്ട്. വഅമിലുസ്സാലിഹാത്ത്, സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക്, ഈമാനും സൽക്കർമ്മങ്ങളും പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, സാലിഹീങ്ങളായി ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഓഫർ ചെയ്തിട്ടുണ്ട്. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബലിഹിം. പൂർവകാലത്ത് മുസ്ലിം നേതാക്കന്മാർക്ക് സ്വാധീനം കൊടുത്ത പോലെ, എല്ലാ മതക്കാരും അവരെ ആദരിച്ചിരുന്നത് പോലെ, അവരെ ബഹുമാനിച്ചിരുന്നത് പോലെ, അവർക്ക് നേതൃത്വം നൽകിയിരുന്നത് പോലെ, നേതൃപദവിയിലേക്ക് മുസ്ലിമീങ്ങളെ പരിഗണിച്ചിരുന്നത് പോലെ അചഞ്ചലമായി ഈമാനും സൽക്കർമ്മങ്ങളും ഉണ്ടെങ്കിൽ അവയെല്ലാ കാലത്തും ഈ ഉമ്മത്തിനെ അല്ലാഹു നേതാക്കന്മാരാക്കുന്നതാ, അല്ലാഹു സ്ഥാനം കൊടുക്കുന്നതാ, അല്ലാഹു ആദരിക്കുന്നതാ. ഇത് പടച്ച റബ്ബ് ഓഫർ ചെയ്തതാ. മോനെ ഓർക്കുമോ, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന, അതേ നമുക്കറിയാം, ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി കൊണ്ടിരിക്കുമ്പോ മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങളുപ്പാപ്പ നീളക്കുപ്പായവും നല്ല വിശാലമായ തലപ്പാവും നീണ്ടതായ താടിയും കയ്യിൽ തസ്ബീഹ് മാലയും ഒരു വല്ലിയും ഏത് പാതിരാ സമയത്തും എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന, നിസ്കാര ശേഷം കുടിക്കാനുള്ള കട്ടൻ ചായ കയ്യിൽ സൂക്ഷിച്ചിരുന്ന, കൃത്യമായി നിസ്കാരത്തിൽ
നിസ്കാരത്തിൽ ചിട്ടയുണ്ടായിരുന്ന, പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒരു നിസ്കാരം പോലും ഖളാ ഇല്ലാതിരുന്ന മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങളുപ്പാപ്പ ഡൽഹിയിൽ ചെന്നപ്പോ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാ, അതേ തന്റെ റൂമിൽ നിന്ന് ഇറങ്ങി, ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കാറിറങ്ങി വരുന്ന മഹാനായ തങ്ങളുപ്പാപ്പയെ കൈപിടിച്ച് സ്വീകരിച്ചു കൊണ്ടുപോയെങ്കിൽ, സർവ പ്രോട്ടോക്കോളും ലംഘിച്ചുവെങ്കിൽ, മുസ്ലിമായി ജീവിക്കുമ്പോ, ഈമാനോടുകൂടി ജീവിക്കുമ്പോ, സാലിഹായ അമലുകൾ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ ഓഫറാണ്, പൂർവകാലത്തെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിലാഫത്ത് നൽകിയതുപോലെ, അധികാരം നൽകിയതുപോലെ, സ്വാധീനം നൽകിയതുപോലെ ഈമാനും സുഹൃതങ്ങളും ഉണ്ടോ അവർക്ക് എന്നും ഖിലാഫത്തുണ്ട്, അവർക്കെന്നും അധികാരമുണ്ട്, അവർക്കെന്നും ജനങ്ങളിൽ സ്വാധീനമുണ്ട്, ഹൃദയങ്ങളിൽ സ്ഥാനങ്ങളുണ്ട്, സർവമതങ്ങളും അവർ ആദരിക്കുന്നുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമയെ ലോകം അംഗീകരിക്കുന്നു, സർവാളുകളും ആദരിക്കുന്നു, സർവാളുകളും ബഹുമാനിക്കുന്നു. അതെ, ഇതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ രീതി. തീർന്നില്ല. ഈമാനോടുകൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, സാലിഹായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലാഹ് പറഞ്ഞ പോലെ, മുത്തുനബി പറഞ്ഞ പോലെ, ദീന് പറഞ്ഞ പോലെ, അയിമ്മത്ത് പറഞ്ഞ പോലെ, പൂർവീകരെ പോലെ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ, അവരെ ദീനനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതാ, സർവ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാ. ഇന്ത്യ രാജ്യത്ത് 10,000-കണക്കിന് പള്ളികളുണ്ട്, 10,000-കണക്കിന് ദീനീ സ്ഥാപനങ്ങളുണ്ട്, 10,000-കണക്കിന് ദഅ്വാ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അവരെ മതപ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്, ദീനീ ദഅ്വകൾ നടക്കുന്നുണ്ട്. അതിനെല്ലാം സൗകര്യം ചെയ്തു കൊടുത്തത് ഇവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരികളാ, ഇവിടെ ഭരിച്ചിരുന്ന ആളുകളാ. അവരാണ് പള്ളിക്ക് സൗകര്യം ചെയ്തു കൊടുത്തിരുന്നത്, മദ്രസകൾക്ക്, ആയിരക്കണക്കിന് മദ്രസകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. എല്ലാ കാലത്തും നിങ്ങൾ ദീനനുസരിച്ച് ജീവിക്കുന്നുവോ, നിങ്ങൾ ഹൃദയത്തിൽ ഈമാനുണ്ടോ, നിങ്ങൾ സാലിഹായ അമലുകൾ ചെയ്യുന്നുണ്ടോ, അവർക്ക് ദീനനുസരിച്ചു ജീവിക്കാൻ റബ്ബ് സൗകര്യം ചെയ്തു കൊടുക്കുന്നതാ. ഖുർആനിലുണ്ട്, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. റബ്ബിന്റെ കലാമിന് മാറ്റമില്ല.